friends, welcome to RB's KitchenTales. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള ചക്കക്കുരു വടയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു 50 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 2 വിസിൽ വെച്ചപ്പോൾ തന്നെ ചക്കക്കുരുയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തുള്ളൊരു തൊലിയുണ്ട്. ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതൊന്ന് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളകാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ചെറുതായി അരിഞ്ഞ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പുവടയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക, കാരണം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കിവിടെ 2-3 പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ വെന്തതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതായത് 2 സൈഡും ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വട നല്ല അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കും കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.